എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു എന്നോർപ്പിക്കുകയാണ്. ദൈവത്തോട് പിഴയ്ക്കുന്നവൻ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, ദൈവത്തോട് തിന്മ പ്രവർത്തിക്കുന്നവൻ കടന്നു പോകുന്നതായത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അത് നാശത്തിലേക്കാണ് എന്നീ ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം പറയുന്നത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. അടുത്ത പദം പറയുന്നത് ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. തിന്മ പ്രവർത്തിക്കുന്നവരുടെ, ദോഷം പ്രവർത്തിക്കുന്നവരുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അത് നാശത്തിലേക്കാണ്, പരാജയത്തിലേക്കാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 23-ാമത് വാക്യം വായിക്കുമ്പോഴും പറയുന്നത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ഇവിടെ പറയുന്നത് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തുവെങ്കിലും അത്യുന്നതനായ ദൈവമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, നിരക്കാത്ത, തിന്മയായ, അധർമ്മമായ പ്രവർത്തികൾ ചെയ്ത് മുൻപോട്ട് പോയ ആളുകളെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നത് എനിക്ക് നിങ്ങളെ പരിചയമില്ല, എനിക്ക് നിങ്ങളെ ഒരു നാളും അറിയില്ല, നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചവരാണ്, നിങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരെ നിത്യനാശത്തിലേക്ക് തള്ളിക്കളയുന്നതായ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മത്തായി സുവിശേഷം തന്നെ 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അതിന് 41, 42 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നോക്കുക, തിന്മയും അധർമ്മവും അകൃത്യവും അഹങ്കാരവും ഒക്കെ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യാത്മാവിന്റെയും അവസാനമെന്ന് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള നാശത്തിലാണ്, തീച്ചൂളയിലാണ്, കരച്ചിലും പല്ലുകടിയുമുള്ള ഒരു പ്രതലത്തിലേക്കാണ് അവർ കടന്നുപോകുന്നത് എന്ന് കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയുന്നത് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും, ഇത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് പിഴയ്ക്കുന്നവരായി, തിന്മ പ്രവർത്തിക്കുന്നവരായി, ദോഷം പ്രവർത്തിക്കുന്നവരായി, അകൃത്യം പ്രവർത്തിക്കുന്നവരായി നിത്യനാശത്തിലേക്ക് കടന്നുപോകുക എന്നുള്ളതല്ല. നാം നന്മ ചെയ്ത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെക്കുറിച്ച്, നാം പ്രവർത്തിക്കേണ്ട മേഖലകളെക്കുറിച്ച് നല്ല ബോധ്യതയുള്ളവരായി തന്നെ പ്രവർത്തിക്കുന്നവരും ആ തലത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നവരുമായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അബ്രഹാമും ലോത്തും ഒരുമിച്ചിറങ്ങി തിരിച്ചവരാണ്. ലോത്ത് അധർമ്മമാണ് പ്രവർത്തിച്ചത്, തിന്മയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് പ്രാണഹാനി വരുവാൻ, തനിക്ക് നാശം വരുവാൻ കാരണമായി തീർന്നു. ആ കുടുംബം തകർന്നുപോയ ചരിത്രമാണ്. എന്നാൽ നീതിയോടെ ജീവിച്ച അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം നന്മ ചെയ്യുകയും
ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ നിലകളിൽ അവന് എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പിഴയ്ക്കുന്നവരായിട്ടല്ല, ദൈവത്തോട് അകൃത്യം കാണിക്കുന്നവരായിട്ടല്ല, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരാം. നാശത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് പിഴയ്ക്കുന്നവരും ദോഷം ചെയ്യുന്നവരുമായിട്ട് ഞങ്ങൾക്ക് പ്രാണഹാനി വരുവാനിടയാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടു കൂടെ വസിപ്പാനും ആ നിലകളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അനുഗ്രഹം കൊണ്ടും നന്മ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.